ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്കൻഡാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തെങ്ങിൻ്റെ കുറ്റി തുറന്നും കാഞ്ഞ് അതിലൊരു സപ്പോട്ട തൈ നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വെറുതെ കിടക്കുന്ന ഒരു തെങ്ങ് കുറ്റിയാണ്. അപ്പോൾ നല്ല മൂപ്പുള്ള തെങ്ങാണ്. അപ്പോൾ അത് തുറന്നിട്ട് ഉള്ളൊക്കെ ഇതായി പോയിട്ട്, അപ്പോൾ ഉള്ള് അടിയിൽ തെറ്റാൻ മണ്ണൽക്കട്ട് ഇറങ്ങും. പിന്നെ അതിൻ്റെ ചോറൊക്കെ കൊണ്ട് ഒഴിവാക്കിക്കുകയാണെങ്കിൽ ശരിക്കും വേര് മണ്ണിൽക്കണ്ട് ഇറങ്ങും. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയാണ്. അപ്പോൾ ആ കുറ്റിയിൽ എന്തെങ്കിലും ഒരു തൈ വെക്കാൻ പറ്റൂല. അപ്പോൾ അങ്ങനെ അവിടെ തുറന്നും കാഞ്ഞ് അതിൻ്റെ ചോറൊക്കെ പോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നല്ലൊരു സപ്പോർട്ട് തൈ അതിൽ വെക്കണം. അപ്പോൾ ഈ വേരൊക്കെ ശരിക്കും അടിയിൽക്കാണ്ട് ഇറങ്ങി പിടിച്ചോളൂ. അപ്പോൾ എന്താവുമെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റേതായ ഒരു പണിയാണ്. അപ്പോൾ ഇതെങ്ങ് മുറിച്ചിട്ട് ഏകദേശം ഇപ്പോൾ 5-6 മാസം കഴിഞ്ഞു. അപ്പം അതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും പോയിക്ക്, ഉള്ളിലെ ആ ചോറൊക്കെ ഉറപ്പൊക്കെ കുറഞ്ഞേക്ക്. ഇപ്പം അത് ഇങ്ങനെ നമുക്കൊരു നല്ലൊരു കുയ്യ് ആക്കി എടുക്കണം. എന്നിട്ട് അടിയിലേക്ക് കുറച്ച് മണ്ണ് നിറച്ചിട്ടാണ് നമ്മളതിൽ സപ്പോർട്ട് തൈ വെക്കാൻ പോണത്. അപ്പോൾ വേരൊക്കെ അടിയിലേക്ക് ഇറങ്ങി എങ്ങനെയായാലും ഈ ഇത് ഒരു 5-6 വർഷമൊക്കെ അതങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾക്ക് വേരൊക്കെ അടിയിലേക്ക് ഇറങ്ങി നല്ല പിടുത്തവും. പിന്നെ ഒരു 5-6 വർഷം കഴിയുമ്പോൾക്ക് നമുക്കൊരു തടമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾക്ക് വേരൊക്കെ അടിയിലേക്ക് ശരിക്കും ഇറങ്ങിക്കോളും. അപ്പോൾ ഇതൊരു പുതിയ ഐഡിയ ആണ്. എല്ലാവരും ഇങ്ങനെ മരത്തിൻ്റെ കുറ്റി അങ്ങനെ ശരിയാവില്ല. കാരണം മരത്തിൻ്റെ കുറ്റി നമുക്ക് തുളച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അടിയിലേക്ക് ഒരേ ഉറപ്പായിരിക്കും. തെങ്ങിൻ്റെ കുറ്റിയല്ല. തെങ്ങിൻ്റെ കുറ്റി പൻ്റെ കുറ്റിയൊക്കെ നമുക്ക് കുറേ കഴിയുമ്പോൾ നടുവൊക്കെ ആ ചോറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തുള മാതിരിയാവും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല തുള ആയിക്കും. നമ്മൾ അധികം പണിയെടുക്കണ്ട. ഇപ്പം കുറച്ചൊന്ന് നമ്മൾ പിന്നെ എന്തെങ്കിലും ഉളിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ തുറക്കണം. എന്നാലും ഉറപ്പ് കുറവാണ്. ഉള്ളിലേക്ക് ഉറപ്പ് കുറവാണ്. സൈഡിലേക്ക് മാത്രമേ ഉറപ്പുള്ളൂ. അപ്പോൾ ഒരു പുതിയ ഐഡിയ. പാടെ ഒരു ഒഴിഞ്ഞ് നിൽക്കുന്ന സ്ഥലം കൊണ്ട് ഇപ്പോൾ നല്ലൊരു വെയിലൊക്കെ തട്ടുന്ന സ്ഥലം കൊണ്ട് ഇപ്പോൾ നമ്മളത് അവിടെ അങ്ങനെ ഉപയോഗിക്കുക. ഈ കുറ്റി പൊരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിൽ തന്നെ അത് കൊടുക്കാൻ പണിയെന്ന് വിചാരിച്ചേ. പൊരിച്ചെടുക്കണമെങ്കിൽ JCB ഒക്കെ വേണം. JCB ഒന്നും അങ്ങോട്ട് കൊണ്ടുവരാൻ ഇതിനായിട്ട് ഇപ്പം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അവിടെ തന്നെ ഒരു പ്ലാന്റ് നടാൻ വിചാരിച്ചത്. അപ്പോൾ ആ കുറ്റി കൂടി തന്നെ അവിടെ നടുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ വേരൊക്കെ പിടിച്ചിട്ട് ഇതൊക്കെ നശിച്ചു പോകുമ്പോഴേക്കും ഒരു 5 വർഷമൊക്കെ കഴിയും. നല്ല ഉറപ്പുള്ള തന്നെ മൂപ്പുള്ള തെങ്ങയും. അതായത് കുത്തി ഏകദേശമൊക്കെ കുയ്യി ആയിക്കൊണ്ടിരിക്കുന്നു. അടിയിലേക്ക് തീരെ ഉറപ്പില്ല. നമ്മളിപ്പോൾ ഒരു കോലൊക്കെ അധികം നടുക്ക് അങ്ങനെ ഇറങ്ങിപ്പോവും. നമുക്ക് അതിൻ്റെ ആ ചോറും കൊണ്ട് പൊളിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നടുക്ക് അടിയിലേക്ക് തന്നെ കുത്തി ഇറക്കിയാൽ മണ്ണിൽക്കാട്ട് ഒരു കോലൊക്കെ ഇറങ്ങിപ്പോവും. അപ്പോൾ ഉറപ്പ് തീരല്ല. സൈഡിലേക്കാണ് ഉറപ്പുള്ളത്. സൈഡിലേക്ക് അതിൻ്റെ കാതലല്ലേ. അപ്പോൾ സൈഡിൽ ഉറപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വളപ്പൊടി, ചാണകപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മണ്ണയിലേക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കുക. അതിലൊക്കെയാണ് നമ്മൾ തൈ പ്ലാന്റായിട്ട് വെക്കുക. അപ്പോൾ അതെങ്ങനെ വളർന്ന് കിട്ടൂ എന്താവും എന്നൊക്കെ അറിയാമല്ലോ. 2 വർഷം കൊണ്ടൊക്കെ 2 വർഷം എന്നല്ല, കായൊക്കെ വേഗം ഉണ്ടാവും. കായുള്ള തൈകൾ തന്നെയാണ്. ഇപ്പം നമ്മൾ ലെയർ ചെയ്ത തൈയാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കായ് പിടിക്കും. ലെയറിങ് ചെയ്ത തൈയാണ്. അപ്പോൾ അതിന്മേൽ കായ് പെട്ടെന്നുണ്ടാവും. കായൊക്കെ ഉണ്ടായ തൈ തന്നെ ലെയർ ചെയ്ത് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതാണ്. കട്ട് ചെയ്ത് ഞാൻ കവറിലൊക്കെ ആക്കി വെച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ തെങ്ങിൻ്റെ കുറ്റിയിൽ കൊണ്ട് മാറ്റുകയാണ്. അതിന് ശേഷം കുറച്ച് വളപ്പൊടിയെല്ലാം കൂടി മിക്സ് ചെയ്ത് വളപ്പൊടിയും മണ്ണെല്ലാം കൂടി അതിലേക്ക് നിറച്ച് ശരിക്കും അമ്പച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു വലിയൊരു സപ്പോർട്ട മരമായിട്ട് അവിടെ മാറണം. ഏകദേശം ഒരു 2 വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ആ കുറ്റി നശിച്ചു പോവുകയാണ്. അപ്പോഴേക്ക് ആ തൈ അവിടെ പിടിച്ച് ഉഷാറായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളെ പരീക്ഷണം വിജയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നമ്മളെ തെറി വിളിക്കുകയാണെങ്കിലും ഒക്കെ ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങളെ അഭിപ്രായം നമ്മളെ അറിയിക്കാം. തെറിയാണെങ്കിൽ തെറി.
എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ് തരിക, നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇതുണ്ടാവുമല്ലേ, അതോടെ പിടിച്ച് കിട്ടുമോ ഒക്കെ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിവുള്ളവർ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇനി നമ്മൾ ചെയ്തത് വിഡ്ഢിത്തരമാണെങ്കിൽ അതിൻ്റെ മറുപടിയും നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മളെത്തി സപ്പോർട്ട് പ്ലാന്റ് നല്ല കായ്ച്ചു നിൽക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ ഇങ്ങനെ ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കുന്നുണ്ട്. അത് പെട്ടെന്ന് കായ് പിടിക്കും. ഇതിപ്പോൾ കായ് പിടിച്ചത് കൊമ്പിൽ നമ്മൾ ലെയർ ചെയ്ത് കഴിഞ്ഞ് അതിന്മേൽ കായ് പിടിച്ച് അത് നമ്മൾ കവറിലൊക്കെ മാറ്റി വെച്ചതാണ്. അതിൽ പെട്ടെന്ന് കായ് പിടിക്കും. അപ്പോൾ ഇത് മണ്ണിലാകുമ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്കാണ് ഒന്നുകൂടി വളർച്ച കൂടി. ഇത് മണ്ണിൽ കൊണ്ട് അതിൻ്റെ വേരൊക്കെ ഇറങ്ങിക്കാണ്. വളം ഇവിടെ ഇഷ്ടംപോലെ വളം ഉള്ള സ്ഥലങ്ങളാണ്. നമ്മൾ വേസ്റ്റൊക്കെ അടുക്കള വേസ്റ്റൊക്കെ കൊണ്ടുവരുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ നല്ല ഉഷാറായിട്ട് വളരും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചാണകപ്പൊടി, ചാണകപ്പൊടി, വളം, എല്ലുപൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് അതിൽ മറ്റേ നെല്ലിൻ്റെ ഉമി ഉണ്ടല്ലോ, ഉമി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഉമി ഇട്ട് കാണുമെങ്കിൽ തന്നെ നല്ലൊരു വേരോട്ടം നടക്കുന്ന സാധനമാണ് ഉമി. ഉമി വളരെ നല്ലതാണ്. നമ്മൾ ഒരു പ്ലാന്റ് നടുമ്പോൾ അതിൽ കുറച്ച് ഉമി കൂട്ടിയാൽ ശരിക്ക് വേരോട്ടം നടക്കും. അപ്പോൾ ഞാൻ അതിൽ ഉമി ഇട്ടിട്ട് പിന്നെ എല്ലുപൊടി, ചാണകപ്പൊടി, കുറച്ച് വേപ്പ് പിണ്ണാക്കും. വേപ്പ് പിണ്ണാക്ക് ഇട്ടാൽ എന്താ വെച്ചിട്ടാണെങ്കിൽ മറ്റേ കീടങ്ങളെ ശല്യങ്ങൾ കുറയും. വേപ്പ് പിണ്ണാക്ക് നല്ലതാണ്. ഈ കീടങ്ങളെല്ലാം പുഴുകൾ മറ്റേതൊക്കെ ഈ നിമാവിര ഇതൊക്കെ വേര് നശിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് വേപ്പ് പിണ്ണാക്ക്. അപ്പം വേപ്പ് പിണ്ണാക്ക് ഇതെല്ലാം കൂടി കൂട്ടി മിക്സ് ചെയ്ത് മണ്ണും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ആ പിന്നെ കൂട്ടാണ് ഇപ്പോൾ അതിൽ നമ്മൾ ചേർത്തത്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അതിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴതിന്മേൽ കായുണ്ട്, അതൊക്കെ പിന്നെ നമ്മൾ കായൊക്കെ പിന്നെ അതിന് ഒഴിവാക്കണം. കായിൻ്റെ ആവശ്യമില്ല. ഇപ്പം അതിന് വളർച്ചയ്ക്ക് നല്ലതാണ്. കായൊന്നും അതിന്മേൽ വെക്കാൻ പാടില്ല. കായൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും വളർന്ന് കിട്ടുക. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കാം. പിന്നെ ഈ പ്രാവശ്യം നമ്മളെ വലിയ ഈ മാതൃവൃക്ഷ പിന്നെ സപ്പോർട്ട മരത്തുമ്പോൾ നല്ലോണം കായ് കിട്ടിട്ടോ. ഇഷ്ടം പോലെ കായുണ്ടായി. നല്ല മധുര. ഒരു ഈ മഴൻ്റെ മുമ്പ്, മഴ ആയിക്കഴിഞ്ഞാൽ അത്ര മധുരം ഉണ്ടാവില്ല. മഴയുടെ മുമ്പ് നല്ല മധുര. ജ്യൂസ് അടിക്കാനും ഇനി വെറുതെ തിന്നാനും എല്ലാം നല്ലതാണ്. നല്ല സപ്പോർട്ടാണ്. നല്ല ഔഷധ ഗുണമുള്ള സാധനം കൂടിയാണ് സപ്പോർട്ട. എല്ലാവരും ഓരോ മരം ഓരോ തൈ വീട്ടിൽ വെക്കണം, മറക്കണ്ട.